ചിക്കൻ കട്ട്ലേറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചിക്കൻ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചിക്കൻ മഞ്ഞളും ഉപ്പും കുരുമുളകും ഇട്ടിട്ട് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിലൊക്കെ മതിയാവും. പക്ഷെ ഞാനിപ്പം ചെയ്യുന്നത് ചിക്കനിൽ ഒരു ചെറിയൊരു മാരിനേഡ് പുരട്ടിയിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് നല്ലൊരു ഫ്ലേവറും നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിപ്പോൾ 300 ഗ്രാം ബോൺലെസ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് പിന്നെ മാരിനേഡ് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ചിക്കനിൽ പുരട്ടാനുള്ള മാരിനേഡ് നമുക്ക് റെഡിയാക്കാം. ഇപ്പം ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു മാരിനേഷനാണ് ഈ ചിക്കനിൽ ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയാണോ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത് അതുപോലെ ചെയ്താൽ മതി. ഞാനിതിലിപ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ചേർക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ മഞ്ഞളും ഉപ്പും കുരുമുളകും ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. ആദ്യം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 3 സ്പൂണ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം കൂടിപ്പോകാൻ പാടില്ല. ഇത് ചിക്കനിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കാനുള്ളതാണ്. ഇപ്പോൾ ചിക്കനിൽ പുരട്ടാനുള്ള ഈ പേസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചിക്കനിൽ പുരട്ടി കൊടുക്കാം. പിന്നെ പുരട്ടി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തും ഈ മസാലകൾ എത്തുന്ന രീതിയിൽ വേണം പുരട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് പുരട്ടി കൊടുക്കാം. നമ്മുടെ ചിക്കനിൽ ഞാൻ ഇതൊക്കെ പുരട്ടി കൊടുത്തിട്ടുണ്ട്. നമ്മൾ മാരിനേഷൻ ചെയ്ത പാട് എടുത്ത് ഫ്രൈ ചെയ്യണ്ട. ഒരു 10 മിനിറ്റെങ്കിലും മാറ്റി വെക്കണം. അരമണിക്കൂർ വരെ വെച്ചാൽ നല്ലതാണ്. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനിത് ഫ്രൈ ചെയ്യാം. ഞാനിപ്പോൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിലാണെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇപ്പം ഇത് വലിയ പീസായതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തതേ ഉള്ളൂ. നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് ചെറിയ പീസായിട്ട് ഫ്രൈ ചെയ്യാം. എന്തായാലും മിക്സിയിലിട്ട് പൊടിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ എടുത്തത്. പിന്നെ ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായും ചെയ്യും. ഇതൊരു ഭാഗം റെഡിയായതിന് ശേഷം നമുക്ക് മറിച്ചിട്ടിട്ടും ഒന്ന് കുക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു ഭാഗം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി മറ്റേ ഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ആ സമയത്ത് നമുക്ക് ഈ ഒരു കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ശരിയാക്കാം. ഇപ്പോൾ ഈ 300 ഗ്രാം ചിക്കന് നമുക്ക് ഒരു 3 ഉരുളക്കിഴങ്ങൊക്കെ മതി. ഞാനിപ്പം പക്ഷെ 4 എടുത്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള കിഴങ്ങ് കുറച്ച് ചെറുതാണ്. അതുകൊണ്ടാണ് ഒരു 4 എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കുക്കറിൽ 4 വിസിൽ വന്നിട്ട് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. പിന്നെ തൊലി കളഞ്ഞിട്ടൊന്നുമില്ല വേവിച്ചെടുക്കുമ്പം. ഇത് നമുക്ക് ഇതുപോലെ ഉടച്ചെടുക്കണം. അത്യാവശ്യം സൈസുള്ള കിഴങ്ങാണെങ്കിൽ ഒരു 3 കിഴങ്ങ് വരെ എടുത്താൽ മതി. പിന്നെ കുക്കറിൽ വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുന്നത് കൊണ്ട് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം പെട്ടെന്ന് തന്നെ ഇതെടുത്ത് മാറ്റണം. അല്ലെങ്കിൽ ആ വെള്ളം കിഴങ്ങിലേക്ക് കയറിയിട്ട് മസാലയിലും വെള്ളമായി പോവും. ഇതുപോലെ മാഷ് ചെയ്തിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. നല്ലോണം മാഷ് ചെയ്യണം. പിന്നെ അല്ലെങ്കിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിനും ഇത് ബാധിക്കും. ഇപ്പം നമ്മുടെ ചിക്കൻ്റെ മറ്റേ ഭാഗം കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതെന്ത് ചെയ്യാം, ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ഇതിപ്പോൾ ചൂടാറി കിട്ടുമ്പം തന്നെ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിക്കോളും. ആ സമയം നമുക്ക് മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് ഈ ചിക്കൻ ഒന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്ക് കട്ട്ലേറ്റിന് വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കണം. ഈ മസാല റെഡിയാക്കുന്നത് ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിലാണ്. ഈ ഓയിലിൽ തന്നെ റെഡിയാക്കണം എന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഒഴിവാക്കാം. പക്ഷെ ആ ഒരു ഫ്ലേവർ കളയണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇതിൽ തന്നെ ചെയ്യുന്നത്.
ഇതിലേക്ക് നമുക്ക് 2 വലിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സ്ലൈസ് ചെയ്തെടുത്ത ഉള്ളിയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അടുത്തത് നമുക്ക് ഇതിലേക്ക് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കണം. പെട്ടെന്ന് നമുക്ക് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് ഉള്ളി ഒന്ന് സോഫ്റ്റായി കിട്ടുന്നവരെ വഴറ്റിയെടുക്കണം. ഉള്ളി ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇപ്പം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകം ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്താലും മതി. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം ഗരം മസാലയും ഒരു 2 നുള്ള് ചിക്കൻ മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. പൊടികൾ ആ പച്ചക്കുത്ത് പോകുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പൊടികളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ചിക്കൻ ഞാൻ ഓൾറെഡി ഉപ്പിട്ട് വേവിച്ചതാണ്, പക്ഷെ പൊട്ടാറ്റോ ഉപ്പിട്ട് വേവിച്ചതല്ല. അപ്പോൾ കുറച്ച് ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഞാൻ പറഞ്ഞല്ലോ ഒന്ന് പൊടിച്ചെടുക്കണമെന്ന്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യണം. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചിക്കൻ ചേർത്ത പാടെ ഓഫ് ചെയ്യാൻ പാടില്ല. ചിക്കൻ്റെ ആ ഫ്ലേവർ നമ്മുടെ മസാലയിൽ നന്നായിട്ട് തന്നെ പിടിക്കണം. ചിക്കൻ നല്ലതുപോലെ തന്നെ യോജിച്ച് വന്നിട്ടുണ്ട്. കുറച്ച് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. എന്നിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്യാം. മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇതിലേക്ക് നമ്മൾ മാഷ് ചെയ്ത് വെച്ച പൊട്ടാറ്റോ ചേർത്ത് കൊടുക്കണം. ഇനി ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി പൊട്ടാറ്റോ മസാലയും കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് യോജിപ്പിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റണം. എന്നിട്ട് വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചൂടൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്നതിന് മുന്നായിട്ട് ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കണം. ബ്രെഡ് ക്രംസ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കട്ട്ലേറ്റ് പൊട്ടിപ്പോകുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ പ്രത്യേക ഒരു ടേസ്റ്റും ആണ്. ഇതും കൂടി ചേർത്തിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് ഒരു മാവ് പരുവത്തിൽ കുഴച്ചെടുക്കണം. നമ്മുടെ മസാല ഇതുപോലെ മാവ് പരുവത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഒരു ചെറിയ ബോൾ എടുത്തിട്ട് നമ്മുടെ 2 കൈയിലും വെച്ചിട്ട് കട്ട്ലേറ്റിൻ്റെ ഷേപ്പാക്കി എടുക്കണം. ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. ഇപ്പോൾ ഇതുപോലെ ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ കട്ട്ലേറ്റും നമുക്ക് ചെയ്തെടുക്കണം. ഇനി നമ്മുടെ കട്ട്ലേറ്റ് ഒന്ന് ഹേർട്ട് ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ സിലിക്കോൺ മോൾഡ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ചോക്ലേറ്റും പുഡിങ്ങൊക്കെ സെറ്റ് ചെയ്യുന്ന ഒരു മോൾഡാണ്. നമുക്കിത് വെച്ചിട്ട് കട്ട്ലേറ്റും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് നമ്മുടെ മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് കിട്ടൂല. പിന്നെ കൈവച്ചിട്ട് ചെയ്യാൻ പറ്റുന്നവർക്ക് കൈവച്ചിട്ട് തന്നെ ചെയ്യാം. എനിക്ക് കൈവച്ചിട്ട് ചെയ്യുമ്പോൾ അത്ര പെർഫെക്ഷനായി കിട്ടാറില്ല. അതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് കാണിക്കുന്നത്. നന്നായിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിൽ നിന്ന് പുറത്തെടുക്കാൻ നല്ല ഈസിയാണ്. ജസ്റ്റ് താഴെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി.
ഇതുപോലെ റെഡിയായി കിട്ടും. ഇതുപോലെ വേണമെങ്കിൽ ബാക്കിയുള്ളത് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം. ഞാനൊരു 3-4 ഇങ്ങനെ ഷേപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കട്ട്ലേറ്റ്സ് ഇതുപോലെ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. 1-2 വലുതുണ്ട്, പിന്നെ ബാക്കിയെല്ലാം ഒരു മീഡിയം സൈസ് ഉള്ളതാണ്, പിന്നെ കുറച്ച് ലവും. ഇനി നമുക്കിത് മുട്ടയിലും ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് കവർ ചെയ്യാം. ഞാനിപ്പോൾ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഈ മുട്ട നമുക്ക് വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട ബീറ്റ് ചെയ്തത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇതിപ്പോൾ 2 കപ്പ് ബ്രെഡ് പൊടിച്ചതാണ്. ഇതും കൂടി ഇതിനാവശ്യമാണ്. ആദ്യം മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും ഞാൻ 2 കൈ വെച്ചിട്ടാണ് ചെയ്യുന്നത്. രണ്ടും കൂടിയിട്ട് കൂട്ടി പെരക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നിട്ട് തിരിച്ച് മുട്ടയിലേക്ക് തന്നെ മുക്കി കൊടുക്കാം. പിന്നെയും തിരിച്ചിട്ട് ബ്രെഡ് ക്രംസിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഡബിൾ കോട്ടിങ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കട്ട്ലേറ്റ് ഒക്കെ പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ കോട്ടിങ് ചെയ്യുന്നത് നല്ലതാണ്. നിർബന്ധമൊന്നുമില്ല, പക്ഷെ ചെയ്താൽ നമുക്ക് നല്ലതാണ്. അവസാനത്തെ കോട്ടിങ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ട് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഹേർട്ട് ഷേപ്പിൽ ഉണ്ടാക്കിയത് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. ഇതിപ്പം ചെറുതായതുകൊണ്ട് ഞാൻ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ മുട്ടയിലും ബ്രെഡ് ക്രംസിലും നമുക്ക് ഡബിൾ കോട്ട് ചെയ്തെടുക്കാം. ബ്രെഡ് ക്രംസ് നന്നായിട്ട് പ്രസ് ചെയ്ത് കട്ട്ലേറ്റിൽ ഒട്ടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ എണ്ണയിലിടുന്ന സമയത്ത് അത് എണ്ണയിലേക്ക് പോയിട്ട് കരിഞ്ഞു പിടിക്കും. ഇതുപോലെ ഞാൻ എല്ലാം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് കാലം എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാമെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. കുറച്ച് കാലം എന്ന് വെച്ചാൽ 1 ആഴ്ച 2 ആഴ്ച, മാക്സിമം പോയാൽ 2 ആഴ്ച മാത്രമേ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണെന്നും കൂടി കാണിച്ചു തരാം. ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ നമുക്കിതൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. മുകളിൽ വെച്ച് കൊടുക്കണ്ട. ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു പ്ലാസ്റ്റിക് റാപ്പ് വിരിച്ചു കൊടുക്കണം. പ്ലാസ്റ്റിക് റാപ്പ് ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ സാധനം വാങ്ങുമ്പോൾ കിട്ടുന്ന പാക്കറ്റ് ഒന്ന് ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അത് പിരിച്ചു കൊടുത്താലും മതി. പ്ലെയിൻ പാക്കറ്റ് ആയിരിക്കണം. കളറൊന്നും വരുന്നതൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ നമ്മുടെ ബേക്കിംഗ് പേപ്പർ വിരിച്ചാലും മതി. ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കി കട്ട്ലേറ്റ്സും കൂടി വെച്ച് കൊടുക്കാം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഫ്രീസറിലാണ് വെക്കേണ്ടത്. മാക്സിമം നമുക്ക് 2 ആഴ്ച വരെ സൂക്ഷിക്കാം. എന്നാലും അൺഹെൽത്തി ആണ് നമ്മൾ 2 ആഴ്ച വരെയൊക്കെ ഫ്രീസറിൽ സൂക്ഷിക്കാന്ന് വെച്ചാൽ. പെട്ടെന്ന് തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് ബാക്കിയുള്ള കട്ട്ലേറ്റ്സ് ഫ്രൈ ചെയ്യാം. പിന്നെ കട്ട്ലേറ്റ്സ് ഫ്രൈ ചെയ്യുമ്പം അത്യാവശ്യം നല്ല ഓയിലിൽ തന്നെ ഫ്രൈ ചെയ്യണം. എല്ലാ ഭാഗത്തും ഒരുപോലെ ചൂടെത്തുന്ന രീതിയിൽ വേണം ഓയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട്. ഇങ്ങനെ ചൂടായ സമയത്ത് നമുക്കൊരു കട്ട്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഒന്നങ്ങ് ഒരു ഭാഗം ആയിക്കഴിഞ്ഞതിന് ശേഷം ഇത് പിന്നെ കൂടുതൽ സമയം കുക്കാവേണ്ടി വരുന്നില്ല. ഇതിന്റെ പുറംതൊലി മാത്രമേ കുക്കാവാനുള്ളൂ. ഉൾഭാഗമൊക്കെ കുക്കായതാണ്. അപ്പോൾ തിരിച്ചു മറിച്ചു വിട്ടിട്ടൊന്ന് മൊരിച്ചെടുക്കാം. അധികം അങ്ങ് ബ്രൗൺ കളറാക്കി എടുക്കണ്ട. ചൂടാറിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി കളർ ചേഞ്ച് ഉണ്ടാവും. ഈ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സ്ട്രെയിനറിലേക്കോ ടിഷ്യൂ പേപ്പറിലേക്കോ മാറ്റാം. നമുക്ക് അടുത്ത ബാച്ചിൽ ആ ചെറിയ കട്ട്ലേറ്റ്സ് ഇട്ട് കൊടുക്കാം. അത് ചെറുതായതുകൊണ്ട് ഞാനൊരു 3 തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ നോമ്പിന് കുറച്ച് മുന്നേ ബേക്കറി സ്റ്റൈലിലുള്ള ഒരു ചിക്കൻ റോളും കൂടി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് പേരൊക്കെ ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരാണെങ്കിൽ ഒന്ന് കാണാൻ മറക്കരുത്. അപ്ലോഡ് ചെയ്ത വീഡിയോസ് കൂടുതലും ടീ ടൈം സ്നാക്ക് തന്നെയാണ്. എനിക്കിപ്പം പോളിങ് കിട്ടുന്നതും അതിന് തന്നെയാണ്. അപ്പോൾ എന്തായാലും കുറച്ച് റെസിപ്പീസൊക്കെ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ ഒന്ന് കാണണം. പിന്നെന്ത്,
ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം ട്രൈ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അടുത്ത നോമ്പിനെങ്കിലും ഇൻഷാല്ല ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ഒക്കെ പറയണം. ഈ വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ പറയാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്